സെപ്റ്റംബർ 11 ബുധനാഴ്ച. ലൂക്ക 6:20 മുതൽ 26 വരെ വാക്യങ്ങൾ. സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി ഓഡിയൻസിനോട് ചോദിച്ചു, ഈ ഗ്ലാസ് വെള്ളത്തിന് എത്ര ഭാരമുണ്ട്? എല്ലാവരും പ്രതീക്ഷിച്ചത് മനഃശാസ്ത്രജ്ഞൻ ചോദിക്കാൻ പോകുന്നത് ഗ്ലാസ്സിൽ പകുതി നിറഞ്ഞതാണോ അല്ലെങ്കിൽ പകുതി ശൂന്യമാണോ എന്നാണ്. പക്ഷെ അവർ ചോദിച്ചത് ഈ ഗ്ലാസ് വെള്ളത്തിന് എത്ര ഭാരമുണ്ട്. ചിലർ പറഞ്ഞു 8 ഔൺസ്, മറ്റു ചിലർ പറഞ്ഞു മാക്സിമം 20 ഔൺസ് വരെ. എന്നാൽ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇതിൻ്റെ ഭാരം അല്ല പ്രശ്നം, അത് ഞാൻ എത്ര നേരം പിടിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ 1 മിനിറ്റ് ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാൽ അതൊരു പ്രശ്നമല്ല. എന്നാൽ 1 മണിക്കൂർ പിടിച്ചാൽ എൻ്റെ കൈ വേദന ഉണ്ടാകും. 1 ദിവസം ഇത് ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിന്നാൽ കൈ മരവിക്കുകയും തളർച്ചയും അനുഭവപ്പെടും. ഓരോ സാഹചര്യത്തിലും ഗ്ലാസിൻ്റെ ഭാരം മാറുന്നില്ല. പക്ഷേ ഞാൻ അത് കൂടുതൽ നേരം പിടിക്കും തോറും എനിക്ക് അതിൻ്റെ ഭാരം വർദ്ധിക്കും. അവർ തുടർന്നു, ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ആശങ്കകളും ഈ ഗ്ലാസ് വെള്ളം പോലെയാണ്. കുറച്ചു നേരം മാത്രം അവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ നമ്മൾ വേദനിക്കാൻ തുടങ്ങും. ദിവസം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തളർച്ച അനുഭവപ്പെടും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിവില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കഷ്ടതകളെക്കുറിച്ചും നാം കേൾക്കുന്നു. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആളുകൾ നിങ്ങളെ വെറുക്കുകയും അപമാനിക്കുകയും നിങ്ങളുടെ പേര് തിന്മയാണെന്ന് അപലപിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അനുഗ്രഹിക്കപ്പെടുക എന്നത് നമ്മുടെ സ്നേഹനിധിയായ പിതാവിൻ്റെ പ്രീതിയിലായിരിക്കുക എന്നതാണ്. അവനിൽ സമാധാനവും സന്തോഷവുമുണ്ട്. അവൻ്റെ സ്നേഹം ശാശ്വതമാണ്. യേശു പിന്നീട് കഷ്ടതകളെക്കുറിച്ച് പറയുന്നു. അവൻ പറയുന്നു, ധനികൻ്റെ കാര്യം കഷ്ടം, നിനക്ക് ആശ്വാസം ലഭിച്ചു. വയറ് നിറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പട്ടിണി കിടക്കും. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നീ ദുഃഖിച്ച് കരയും. ആളുകൾ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, കാരണം അവരുടെ പൂർവികർ പ്രവാചകന്മാരോട് ഇങ്ങനെയാണ് പെരുമാറിയത്. കഷ്ടതകൾ ഉണ്ടാവുക എന്നതിനർത്ഥം നാം ദൈവത്തിൻ്റെ പ്രീതിക്ക് പുറത്താണ് എന്നാണ്. അവനില്ലാതെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. പകരം നാം ഇരുട്ടിലും ദുരിതത്തിലുമായിരിക്കും ജീവിക്കുക. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്ന് ഇന്നത്തെ സുവിശേഷ വായന പറയുന്നു. അതുപോലെ തന്നെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാതിരിക്കാം, അല്ലെ കഷ്ടപ്പാടുകൾ ഉണ്ടാകാമെന്നും അത് പറയുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. അനുഗ്രഹിക്കപ്പെടുക എന്നാൽ യേശുവിനെ അനുഗമിക്കുക. കഷ്ടതകൾ ഉണ്ടാവുക എന്നത് ലോകത്തിൻ്റെ വഴികൾ പിന്തുടരുക. ഇതിൻ്റെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നമ്മുടേതാണ്. പ്രയാസകരമായ സമയങ്ങൾ വരുമ്പോഴും നമ്മൾ
നമ്മുടെ അനുഗ്രഹങ്ങൾ നിസ്സാരമായി എടുക്കുക എളുപ്പമാണ്. കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും നാം ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹീതരാണ്. നമുക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സഭാ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഇടവക സമൂഹം, ഇതുപോലെ നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മറ്റ് ആളുകളും ഉണ്ടായിരിക്കാം. നമുക്ക് കിടക്കാൻ ഒരു കട്ടിലും മുകളിൽ ഒരു മേൽക്കൂരയും മേശപ്പുറത്ത് ആവശ്യത്തിന് ഭക്ഷണവും ഉണ്ടെന്ന് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യവാന്മാരാണ്. കൂടാതെ നമ്മുടെ കഷ്ടകാലത്ത് ദൈവം നമ്മുടെ അരികിലുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ദുരിതത്തിലായിരിക്കുമ്പോൾ അല്പം ദൈവ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാം. ആർക്കറിയാം നമുക്ക് എന്ത് സമ്മാനമായിരിക്കും ദൈവം ഇന്ന് തരിക എന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.